ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെട്ടിനാടൻ വെജ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് ചപ്പാത്തിക്കൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ചെട്ടിനാടൻ വെജ് കറിക്ക് അതിൻ്റെ ഒരു സ്പെഷ്യൽ മസാല ഉണ്ട്, അതൊന്ന് ഉണ്ടാക്കണം. വളരെ ഈസിയാണ് കേട്ടോ അത് ഉണ്ടാക്കാനൊക്കെ. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നാളികേരമാണ് എടുത്തിരിക്കുന്നത്, ഈ ഒരു വലുപ്പത്തിലുള്ള സ്പൂണിൽ കേട്ടോ. പിന്നെ 2-3 ഉണക്കമുളക് എടുക്കുക, എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്, ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഹോൾ ഗരം മസാലയാണ് ചേർക്കുന്നത്, 2 ഗ്രാമ്പൂ ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ഏലക്ക, പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം, അതായത് പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കഷ്ണം പട്ട കേട്ടോ, ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണം പട്ട. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. കുറേ നേരം റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുവിധം നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ഇപ്പോൾ ഇതാ ഈ ഒരു പാകം മതി, ഇതൊരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കാഷ്യൂ പേസ്റ്റും കൂടി റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പിടി കാഷ്യൂ എടുത്തിട്ടുണ്ട്, ഒരു 10-15 കാഷ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഖസ്ഖസ്, അതായത് പോപ്പി സീഡ്സ്, അത് 1 ടീസ്പൂൺ കൂടി എടുത്തിട്ട് ചൂടുള്ള വെള്ളത്തിൽ, നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. എന്നിട്ട് ഈ വെള്ളം കളഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അരപ്പൊക്കെ റെഡിയായി. ഇനി ഇതിലേക്കുള്ള കറി ഉണ്ടാക്കാൻ മാത്രമേ വേണ്ടൂ. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു bayleaf ഇതിലേക്ക് ഇടുക, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്കുള്ള വെജിറ്റബിൾസ് പറയാം. 1/4 കപ്പ് കാബേജ് അരിഞ്ഞത്, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് കേട്ടോ. പിന്നെ ഒരു ചെറിയ തക്കാളി കൂടി അരിഞ്ഞു വയ്ക്കുക. അപ്പോൾ ഇത്രേ വേണ്ടൂ. ഇതിലേക്ക് കോളിഫ്ലവർ ചേർക്കാം, 2-3 ഇതൾ കോളിഫ്ലവറും കൂടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇതിലേക്ക്. പിന്നെ ഒരു 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് പച്ചപ്പട്ടാണി വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഒന്ന് വേവിച്ചെടുത്തത് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റുക. തക്കാളി ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, അതുപോലെ തന്നെ ഗ്രീൻ പീസും ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. ഒരു 3 മിനിറ്റ് വഴറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയതിൻ്റെ ശേഷം ഇതിലേക്ക് കാബേജ് ചേർക്കുക. കാബേജ് ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റുക. ഇപ്പോൾ കാബേജ് കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിലത്തെ ജലാംശമില്ലേ അതൊന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് മസാല ചേർക്കുക. ഇങ്ങനെ വഴറ്റുമ്പോൾ അതിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ മാറി അതിന് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഈ മസാല ഒന്ന് നന്നായിട്ട് വഴറ്റുക കേട്ടോ. എന്നിട്ട് ഇതിലത്തെ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് എണ്ണ ഇങ്ങനെ കിനിഞ്ഞ് വരും. കാരണം നമ്മളിതിൽ അധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, അപ്പോൾ കുറേ എണ്ണയൊന്നും ഇതിൽ തെളിഞ്ഞ് വരില്ല. ചെറുതായിട്ടൊന്ന് സൈഡിൽ എണ്ണ കിനിഞ്ഞ് വരും, അത്രയും മതി. അപ്പോൾ മസാലയ്ക്ക് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതേപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുക. മുളക് പൊടി എരിവ് കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് ആ മസാലയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായിട്ട് വഴറ്റണം. എണ്ണ കുറവാണ് തോന്നുന്നെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി വഴറ്റിയെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. പൊടി എളുപ്പം വഴറ്റിയിട്ട് പച്ചമണം മാറാൻ നമ്മൾ ആദ്യം തക്കാളി ചേർത്തില്ലേ, ആ സമയത്ത് പൊടി ഇട്ടിട്ട് വഴറ്റി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് വഴന്ന് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് വേവണം. ഇതിപ്പോൾ 2-ാം പാലും 1-ാം പാലും കൂടി ചേർത്തിട്ടുള്ള 1/2 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കുക. എന്നിട്ട് ഇത് ഒരുവിധം നന്നായിട്ട് ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ആ കാഷ്യൂ പേസ്റ്റ് ചേർക്കുക. ഒരു പകുതി വേവുമ്പോൾ കാഷ്യൂ പേസ്റ്റും കൂടിയും ചേർക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് ഉപ്പൊക്കെ നോക്കുക, എന്നിട്ട് ഒന്നും കൂടി വേവിക്കുക. ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒന്ന് നന്നായിട്ട് വെന്ത് വരണം.
നല്ല ടേസ്റ്റുള്ളൊരു വെജിറ്റബിൾ കറിയാണ് കേട്ടോ. അത് ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണത്. വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. ഇനി ഇത് വീണ്ടും ഒന്നും കൂടി കുറച്ച് കാഷ്യൂ പേസ്റ്റൊക്കെ ചേർത്തതിന് ശേഷം ബാക്കി കുറച്ചും കൂടി വേവാനുണ്ട്, അതും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. ഈ കാഷ്യൂ പേസ്റ്റ് ചേർത്തതിൻ്റെ ശേഷം ശ്രദ്ധിക്കണം, പെട്ടെന്ന് ഇത് അടി പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇതാ നന്നായിട്ട് വെന്തിട്ട് കണ്ടില്ലേ, മീതങ്ങനെ ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വന്നാലാണ് അതിന് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി. കറിയൊക്കെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ അവസാനം കുറച്ച് മല്ലിയില കൂടി വെതറുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ ഇനി ഗരം മസാല പൊടിയൊന്നും ചേർക്കുന്നില്ല, നമ്മൾ ഹോൾ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് കുറവാണ്, ഗരം മസാല വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഇതിങ്ങനെയാണ് ഉണ്ടാക്കുക, ആവശ്യത്തിനുള്ള ഗരം മസാലയുടെ ആ ഫ്ലേവർ ഇതിലുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.